അടിപൊളിയാണ്, എല്ലാവരും പൊഴുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര രസമല്ലേ? ഇപ്പൊ ഒരു ഹൈറ്റിലായിരിക്കുമല്ലേ? ഞങ്ങളുടെ പടത്തിൽ തന്നെ പറയുന്ന പോലെ നല്ല സുഖം. ഇന്റർവ്യൂല് ചെല്ലുമ്പോ തന്നെ അവര് പിന്നെ ചേട്ടാ ജസ്റ്റ് കിട്ടിങ് എന്ന് പറയുന്നുണ്ട് തിയേറ്ററുകളിൽ വിസിറ്റിനൊക്കെ ചെല്ലുമ്പോ. ആൾക്കാരുടെ മെസ്സേജ് വരുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ അഭിനയം വളരെ മോശമാണ്, താഴെ ജസ്റ്റ് നീയാണ് ശരിക്കും ഇപ്പോഴത്തെ തങ്കപ്പൻ, പൊന്നപ്പനല്ലടാ തങ്കപ്പൻ. എക്സ്പെക്ട് ചെയ്തില്ല. മഞ്ഞും മഞ്ചാടിപ്പൂ പൂക്കും ചീമീഴും പുള്ളിപ്പൂവാലിപ്പൈക്കൾ തൻ കൂറുമ്പും തുള്ളും കുഞ്ഞാടിൻ കൂട്ടവും പൂമീനും പൊന്മാനും കൊട്ടേക്കാലമോർത്തോ ഞാൻ, കളയോടം തൊട്ടതൊഴഞ്ഞൊരു കൊട്ടേക്കാലമോർത്തോ ഞാൻ. ചേട്ടാ നിനക്ക് നല്ല അഭിപ്രായമാണോടാ അതൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ വിനീതേട്ടൻ മറ്റേ ചെന്നൈ സ്റ്റാർ എന്നൊക്കെ വിളിക്കുന്നത് എൻജോയ് ചെയ്ത് പുള്ളി എന്നെ സ്വയം പറയാറുണ്ട്. അപ്പൊ ഇതും എൻജോയ് ചെയ്യേണ്ടതാണ്. പ്രണയവിവാഹമായിരുന്നു എങ്ങനെ അടിച്ചിട്ടത്. റിവ്യൂ കാണാതെ ഇന്ന സിനിമ കാണാം, കാരണം എനിക്ക് വാലിബൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു. പക്ഷേ റിവ്യൂസിലൊക്കെ നെഗറ്റീവ് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇനിയിപ്പോൾ ഒരു പടം റിവ്യൂസ് ഇല്ലാണ്ട് കാണാം, എൻ്റെ ഒപ്പീനിയൻ കാണാമെന്ന്. പക്ഷെ നമ്മുടെ പടമായതുകൊണ്ട് എല്ലാ റിവ്യൂസും ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. കുണുവാവയല്ല, നാഗസൈരന്ധ്രി നേരിട്ട് വരുമ്പോ ഉണ്ടല്ലോ പെട്ടു. ഞാൻ വിചാരിക്കുന്നില്ലല്ലേ. ശ്യാമി ചവർ സോങ് ഇല്ലേ, അതിലൊരു സാധനവും കൂടെ ഇവിടെ പെർഫോം ചെയ്തിട്ടേ പോകാൻ പറ്റും. ഹരീഷേട്ടൻ ഞാൻ കണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. ഹരീഷേട്ടൻ ഷെയർ ചെയ്തു. കൂംഫിൽ എന്ന് പാടുന്ന ഒരുത്തുണ്ടല്ലോ, അവൻ ഏതാ ചോദിച്ചിട്ട് ചെങ്കലിൽ കൂംഫിൽ. പിന്നെ കണ്ടപ്പോ എന്നോട് സംസാരിച്ച പറഞ്ഞ എടാ ഇപ്പൊ ശ്രീരാഗമേ പാടാൻ കയറുമ്പോൾ എനിക്ക് ആദ്യം നിന്റെ മുഖം നാളെ ഗിരീഷേരിയുടെ പടത്തിൽ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ കിട്ടാനുള്ള ഒരു സാധ്യതയെ കുറിച്ച് ഒന്ന് ആലോചിച്ചാൽ. ചേട്ടനെ നാവ് പൊന്നാവട്ടെ. പ്രേമലുവിന്റെ വിജയ വാർത്തയുമായിട്ട് ടീം നമ്മുടെ കൂടെ ഒപ്പുണ്ട്. ഹായ്. ഒപ്പം ഉള്ളവർ നിങ്ങൾക്ക് ഇപ്പോൾ ക്യാരക്ടേഴ്സ് ആയിട്ടായിരിക്കും മനസ്സിലാക്കുന്നത്. സംഗീത് ശരിക്കും അടിപൊളിയായിട്ടൊരു സാധനം ചെയ്തിട്ടുണ്ട്. സംഗീത് അതിനെക്കുറിച്ച് ഞാൻ പറയാം. നോർമലി തന്നെ അഖിലയുടെ കാർത്തിക എന്ന് പറയുന്ന പേര് ഇനി ഒരു പക്ഷേ കുറച്ചുകൂടെ അഖിലയ്ക്ക് പകരം കാർത്തിക എന്ന് വിളിക്കും. ഹൃദയം കഴിഞ്ഞപ്പോൾ ഇവർക്ക് പലർക്കും പേര് വീണില്ലേ. അപ്പോൾ ശ്യാമോഹൻ നേരത്തെ തന്നെ പൊന്നപ്പനല്ല, അപ്പോൾ പൊന്മുട്ടയുടെ സമയത്ത് പൊന്നപ്പനല്ല തങ്കപ്പനാണെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ അത് ഒരാൾ കൂടെ സംഗീതിനോട് കൊടുക്കുന്ന അമൽ ഡേവിസ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ പേരിനെക്കാളും ഇവൻ ശരിക്കും ഇത് എഡിറ്റർ അല്ല ആക്ടറാണെന്ന് പറയുന്ന സാധനം കിട്ടും. അപ്പം നീയാണ് ശരിക്കും ഇപ്പോഴത്തെ തങ്കപ്പൻ, പൊന്നപ്പനല്ലടാ തങ്കപ്പൻ. അടിപൊളി കേട്ടോ, ഭയങ്കര രസമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും റിവ്യൂവേഴ്സ് എല്ലാം പേരെടുത്ത് എന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരുടെയും പെർഫോമൻസിനെ പേരെടുത്ത് പറയാന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമല്ലേ. വിജയത്തിൽ ആഘോഷത്തിൽ നിൽക്കുമ്പോൾ എന്താണ് ഫസ്റ്റിൽ തോന്നുന്നൊരു സന്തോഷം? ആരൊക്കെയാ വിളിച്ച് പറഞ്ഞേ, എന്തൊക്കെയാണ്? അതാദ്യം പറയാം. ഇവനെ വിനീതേട്ടനൊക്കെ വിളിച്ചല്ലേ, വിനീതേട്ടൻ കണ്ടില്ല. അത് സ്പൂഫിന് വഴക്കുറയാൻ വിളിച്ചതാണ്. അല്ലല്ല, ഞാനത് അങ്ങോട്ട് പറഞ്ഞു. വിനീതേട്ട ചെറിയ എന്നെ വിളിച്ചിട്ട് പറയാം, ചെറുതല്ല വലിയ സ്പൂഫിന് ചെയ്തിട്ടുണ്ട്. എനിക്ക് എടാ നിനക്ക് നല്ല അഭിപ്രായമാണോടാ അതൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ വിനീതേട്ടൻ നല്ല കേൾക്കുന്നുണ്ട്. എന്നെ അവന്മാരെല്ലാരും അപ്പൊ ഹൃദയത്തിൽ തന്നെ കൂടെ ഉണ്ടായിരുന്നവര് വിനീതേട്ടനെ വിളിച്ചു പറഞ്ഞതാണ്, എന്റെ കൂടെ അഭിനയിച്ചവരൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം അല്ല ചെറിയ സ്പൂഫ് പരിപാടികൾ ഇറങ്ങിയിട്ടുണ്ട്. പറയാ അവര് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, അത് രസമല്ല. വിനീതേട്ടനെ അറിയാലോ, വിനീതേട്ടൻ അതൊക്കെ പിന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. കാരണം ഇന്റർവ്യൂസിൽ കാണുമ്പോ തന്നെ വിനീതേട്ടൻ മറ്റേ ചെന്നൈ സ്റ്റാർ എന്നൊക്കെ വിളിക്കുന്നത് എൻജോയ് ചെയ്ത് പുള്ളി തന്നെ സ്വയം പറയാറുണ്ട്. അപ്പൊ ഇതും എൻജോയ് ചെയ്യേണ്ടതാണ് കാണുമ്പോ. അടിപൊളി. ആരൊക്കെ വിളിച്ചെന്ന് എനിക്ക് വിളിച്ചത് കൂടുതലും സുഹൃത്തുക്കളാണ്. എൻ്റെ ഒരു സ്കൂളിൽ പഠിച്ചിരുത്തൻ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് അളിയാ ഓർമ്മയുണ്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഓർമ്മയുണ്ടാ, 20 വർഷമല്ലേ ഉള്ളൂ, ഇങ്ങനെ മറക്കാനെന്ന് ചോദിച്ചു. ഇവരടുത്തുണ്ടായിരുന്നു പണ്ട് കൂടി പഠിച്ച അങ്ങനെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. പിന്നെ മെസ്സേജ് ജിയോ ബേബി സാറിന്റെ മെസ്സേജ് വന്നു, നഹാസ് RDXന്റെ ഡയറക്ടറുടെ, അങ്ങനെ കുറച്ച് മെസ്സേജുകളൊക്കെ വന്നായിരുന്നു. സുധി മാഡിസൺ പുള്ളിയുടെ പുറത്ത് വിളിക്കും കേട്ടോ. അയ്യോ വിളിക്കട്ടെ. അങ്ങനെ കുറച്ച് മെസ്സേജുകൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അഖില, എനിക്ക് ഇതുപോലെ ഫ്രണ്ട്സും ഫാമിലി എന്നൊക്കെയാണ് മെസ്സേജ് ചെയ്തത്. പിന്നെ ഇതുപോലെ നഹാസ് ചേട്ടൻ അയച്ചിരുന്നു. പിന്നെ അതിന്റെ റൈറ്റ് RDXന്റെ റൈറ്റ് സാദർ ചേട്ടനൊക്കെ, പിന്നെ വിൻസി ചേച്ചി അവരൊക്കെ. ഓ അടിപൊളി, സന്തോഷം. അതിൽ ത്രൂ ഔട്ട് രസമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ആ ബാറിലെ സീനില് ശരിക്കും അവിടെ പ്രതീക്ഷിച്ചു വരുന്ന ഒരു കാര്യമാണ്, പക്ഷെ അതല്ല കിട്ടുന്ന പറഞ്ഞപ്പോ മുഖഭാവം മാറുന്നത് അത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അടിപൊളിയായിട്ടുണ്ട്. കാരണം അത്തരം ചില ഒക്കേഷൻസിൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കാന്ന് നമ്മളൊക്കെ ആലോചിക്കില്ലേ. അപ്പം ഇത് ഇങ്ങനെയാണ് പ്രതികരിക്കാൻ നമുക്ക് തോന്നുന്നത്. ഈ റിവ്യൂവേഴ്സ് എല്ലാം ഒരേ അഭിപ്രായം പറയുന്നുണ്ട് എന്ന് വെച്ചാൽ പിള്ളേർ പൊളിച്ചു എന്നാണ് പറയണത്.
അത് വെറും പൊളിയല്ല, അടിപൊളിയാണ്. അപ്പോൾ ശശാന്ത് സംസാരിക്കുമ്പോഴും യശ്വന്ത് ഗോക്ക് സംസാരിക്കുമ്പോഴും എല്ലാവരും സംസാരിക്കുമ്പോഴത്തേക്കും ഒരേ അഭിപ്രായം വരികയാണ്. നിങ്ങളുടെ സ്പൂഫിനെ കളിയാക്കി അശ്വന്ത് കോക്ക് ജെ കെ കിഡിങ്ങിനെ സ്പൂഫ് ചെയ്തിട്ട് അതിനകത്ത് റിവ്യൂ കണ്ടായിരുന്നോ? ഞാൻ അടുത്തിടയ്ക്ക് സിനിമകളുടെ റിവ്യൂ കാണാതെ ഇന്ന സിനിമ കാണാം. കാരണം എനിക്ക് വാലിബൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു. പക്ഷേ റിവ്യൂസിലൊക്കെ നെഗറ്റീവ് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇനിയിപ്പോൾ ഒരു പടം റിവ്യൂസ് ഇല്ലാണ്ട് കാണാം, എന്റെ ഒപ്പീനിയൻ കാണാമെന്ന്. പക്ഷെ നമ്മുടെ പടമായതുകൊണ്ട് എല്ലാ റിവ്യൂസും ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോക്കിനൊക്കെ ഭയങ്കര ഇമ്പാക്ട് ഉള്ളതുകൊണ്ട് അപ്പോൾ അത് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ എല്ലാ മലയാളം റിവ്യൂസ് മാത്രമല്ല, അല്ലാണ്ട് വന്ന പുറത്തുള്ള ഫിലിം കമ്പാനിയൻ അതിന്റെയൊക്കെ എല്ലാത്തിനും നല്ല റിവ്യൂസ് ആയിരുന്നു. സന്തോഷം. നിങ്ങളുടെ ക്യാരക്ടറിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ അധികം നമ്മളെടുത്ത് വിരോധം തോന്നരുത്. അതായത് ആ ക്യാരക്ടറിനോട് അധികം വിരോധം തോന്നരുത്, എന്നാൽ ചെറിയൊരു സാധനം തോന്നുകയും വേണം. അപ്പോൾ ആ മാനറിസംസ് കറക്റ്റായിട്ട് ആ മീറ്ററിൽ ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. നമ്മളിപ്പോൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന കോൺട്രാസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വയ്ക്കും. ഇതങ്ങനെ അല്ല. ചില മാനറിസംസ് ചിലർക്ക് സഹിക്കാൻ പറ്റില്ല, പക്ഷെ അത് വില്ലത്തരമാണോ എന്ന് ചോദിച്ചാൽ അല്ല. മനസ്സിലായോ? എന്നാൽ അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ 10 രൂപയുടെ സർപ്രൈസ് കൊണ്ടുവരും. അപ്പം എനിക്ക് തോന്നി ഇത് ആരുടെ കൂടെ ഞാൻ നിൽക്കേണ്ടേ എന്ന് വെച്ചാൽ മറ്റവൻ്റെ ഒപ്പം നമ്മളെ മനസ്സിങ്ങനെ നിൽപ്പുണ്ട്. അപ്പം ഇയാളുടെ കൂടെ നിന്നാലും കുഴപ്പമില്ലല്ലേ, ഇയാളായിരിക്കും ഇനി നായകൻ എന്ന് തോന്നുന്നൊരു സാധനമില്ലേ? അത് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. അതേപോലെ തന്നെ ക്യാരക്ടർ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഇതിൽ ആർക്കാണ് പ്രാധാന്യം കിട്ടുന്നത്? ഇപ്പോൾ സംഗീതിൻ്റെ ക്യാരക്ടറില്ലേ, ആ ക്യാരക്ടറിനാണോ പ്രാധാന്യം, അതായത് നസ്ലേൻ്റെ ക്യാരക്ടറാണോ പ്രാധാന്യം എന്ന് നമുക്ക് കൺഫ്യൂഷൻ തോന്നുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. പറഞ്ഞാൽ തീരില്ല, അടിപൊളിയാണ്. എല്ലാവരും പൊഴുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര രസമല്ലേ? ഇപ്പൊ ഒരു ഹൈറ്റിലായിരിക്കുമല്ലേ? ഞങ്ങളുടെ പടത്തിൽ തന്നെ പറയുന്ന പോലെ നല്ല സുഖം കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ റെസ്പോൺസിബിലിറ്റി കൂട്ടും. ഇനി എഡിറ്റിംഗ് ഒന്നും നേരെ ചൊവ്വേ ചെയ്യാൻ പറ്റില്ല, കൈ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എഡിറ്ററും കൂടെ ആയതുകൊണ്ട് എഡിറ്റേഴ്സിന് എന്താ പറയാ ആക്ടിങ്ങിലല്ലേ കുറച്ചുകൂടെ അതിനൊക്കെ ഒരു പോയിന്റ്. പക്ഷെ എനിക്കും ഈ പറഞ്ഞ മാത്യു എന്റെ അടുത്ത് കണ്ടിട്ട് പറഞ്ഞു, എന്തോ ഒരു സംഭവം ഞാൻ ഒരു മിസ്റ്റേക്ക് പോലെ എന്റെ സൈഡിൽ നോക്കി താൻ എഡിറ്റിംഗ് നോക്കി ചെയ്യണോ, എഡിറ്റിംഗ് മനസ്സിൽ. പക്ഷെ ഇത് ഈ ആക്ടിങ്ങിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് കാരണം ഇതൊന്നും ടെക്നിക്കലി ഞാൻ തന്നെ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ പലരുടെയും പെർഫോമൻസ് ഇട്ട് നമ്മൾ എഡിറ്റിംഗ് ടേബിളിൽ പറയണ്ട് ഇവന്മാർക്ക് കുറച്ചുകൂടി ക്യൂട്ട് ചെയ്തൂടെ, അല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ ഒരു റിയാക്ഷൻ കൊടുത്തിട്ട് അടുത്ത് പറഞ്ഞൂടെ, ഒരു സ്പേസ് കൊടുത്തൂടെ, ഇതൊക്കെ കംപ്ലൈന്റ്സ് പറയാറുണ്ട്. പക്ഷെ ഇത് അഭിനയിക്കുമ്പോൾ അറിയാതിന്റെ ബുദ്ധിമുട്ടൊന്നും വരില്ല ആ സമയത്ത്. ഇപ്പോൾ ശ്യാമോഹനെ ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കുന്നത് ഈ പാട്ടിന്റെ ഒരു വെറൈറ്റി സാധനം അതെന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില സ്ഥലത്ത് ട്രോളിയിട്ടുമുണ്ട്, ചിലരെയൊക്കെ ട്രോളിയിട്ടുണ്ട്. ഇപ്പോൾ കവർ സോങ്ങിനെ ചവർ സോങ് എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയിട്ടുണ്ട്. വേണുഗോപാലിന്റെ പാട്ടിനെ മിക്സ് ചെയ്ത് പാടുമ്പോൾ എനിക്ക് തോന്നുന്നു വേണുഗോപാൽ വിളിച്ചിരുന്നു, നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ ആദ്യം ഈ ചവർ സോങ് കണ്ട സമയത്ത് സുരേഷ് എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. ആ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞാ വേണുചേട്ടൻ നിന്റെ പാട്ട് കേട്ട് ശ്യാമിനൊരു ഉമ്മ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ പുള്ളിയുടെ എനിക്ക് സാറിന് നമ്പർ എന്ന് പറഞ്ഞ് ഞാൻ നമ്പർ വാങ്ങി വേണു സാറിന് ഞാൻ മെസ്സേജ് അയച്ചു. സാർ ഞാനാണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര രസമായിരുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വേറൊരു ഇതുപോലെ ഒരു വീഡിയോ ഇറങ്ങിയോ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ അത് സംഭവം കൊള്ളാം, നമുക്കൊരു കാര്യം ചെയ്യാം, എന്റെ കുറച്ച് പഴയ പാട്ട് എടുത്തിട്ട് നമുക്കൊന്ന് കൊളവാക്കാം, ട്രിവാൻഡ്രത്ത് വരുമ്പോ എന്നോട് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നെക്സ്റ്റ് ടൈം ട്രിവാൻഡ്രത്ത് പോയപ്പോൾ സാറിനെ വിളിച്ചു, ഞങ്ങൾ ഈ പരിപാടി ഷൂട്ട് ചെയ്ത് കൊളാബായിട്ട് ചെയ്തു. ഇതിന്റെ ഇടയിൽ പുട്ടുവെച്ചോളാണെന്ന് കരുതരുത്. തൂവാനത്തുമ്പികളുടെ ആ സാധനം അത് മാറുന്നത് അത് കണ്ടിട്ടാണ് സാർ വിളിച്ചത്. അതൊന്ന് റീക്രിയേറ്റ് ചെയ്യൂ. ഭയങ്കര രസമുള്ള പരിപാടി അത്. അത്രയും സംഗതിയൊക്കെ കിട്ടുമെന്ന് അറിയില്ല. അത് നിറത്തിലേക്ക് മാറുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ വന്നിട്ട് ഈ പ്രദക്ഷിണ വീഥികൾ ഇടറിവിണ്ട പാതകൾ ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു ആ ആ ആ ആ പ്രദക്ഷിണ വീഥികൾ ഇടറിവിണ്ട ഇടറിയിൽ ഒരു വെള്ളി കിട്ടിയിട്ടുണ്ടായിരുന്നു. വെള്ളിയുണ്ട്. ഓ അതൊരു സൂപ്പർ ഹിറ്റ് സാധനമായിരുന്നു. കാരണം ആ വെള്ളി അവിടെ കിട്ടാന്ന് പറഞ്ഞാലേ ചില്ലറക്കാർ. വെള്ളിയാണ് വേണുഗോപാൽ സാറിന് ഏറ്റവും എന്നോട് പറഞ്ഞു. അല്ല അവരൊക്കെ തലകുത്തി ശ്രമിക്കായിരിക്കും അങ്ങനെ ഒരു സാധനം വരുത്താൻ വേണ്ടിട്ട്. ഇപ്പൊ ഈ ഗൗരിലക്ഷ്മി ഇടയ്ക്ക് പാടുന്ന സമയത്ത് ഗൗരിലക്ഷ്മിക്ക് ഈ സാധനം ഹസ്കി സാധനങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ചിത്ര ചേച്ചിയൊക്കെ തലകുത്തി നിന്ന് ശ്രമിക്കുന്ന സാധനമാണ്. അതേപോലെ നിങ്ങൾ ആ വെള്ളി വീഴ്ത്തിയപ്പോഴേ അവരെല്ലാം ഞെട്ടി. കാരണം
അത് ശരിക്കും വെള്ളി വീഴ്ത്താൻ വേണ്ടി വീഴ്ത്തിയതാണ്. അത് വീഴ്ത്തി, കാരണം ഇടറി നല്ലതാണ് പറയുന്നത്. അപ്പൊ അവിടെ ഇടറിയാൽ കുറച്ച് നന്നായിരിക്കും തോന്നി, അങ്ങനെ ഇടറിയതാണ്. സൂപ്പർ പരിപാടിയാണ്. അല്ല, ഇപ്പം എനിക്ക് തോന്നുന്നു മൈക്രോ ബയോളജിസ്റ്റ് ആയിരുന്നു, എന്നിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത് എപ്പോഴാ? അത് ഞാൻ മൈക്രോബയോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു നാട്ടിൽ തന്നെ. പിന്നെ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു നിർത്താം, കുറച്ച് ഒന്നിക്ക് PhD അല്ലെങ്കിൽ PSc നോക്കാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ റിസൈൻ ചെയ്യുമായിരുന്നു ഞാൻ. എന്നിട്ട് അപ്പോൾ അത് കഴിഞ്ഞ ഉടനെയാണ് എനിക്ക് അനുരാഗിലേക്ക് എന്നെ ജോസി കിരണേട്ടനും ആദർശേട്ടനും ഒക്കെ എന്നെ വിളിക്കുന്നതും അതിൽ നിന്ന് പൂവനിലോട്ടെത്തി, പിന്നെ ഇങ്ങോട്ട് എത്തി. അങ്ങനെയാണ് ആ ജേണി. അടിപൊളി. ഇനി കുറെ കൂടെ പ്രൊഫൈൽ മാറുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആഗ്രഹം, മാറട്ടെ, നല്ല രീതിയിൽ മാറട്ടെ. ഇപ്പൊ ഗിരീഷ് ഷെഡിയുടെ മൂന്നാമത്തെ ഹിറ്റ് സിനിമയാണ്. അപ്പം 2 വിജയിച്ച ഒരാളാണ് വിളിക്കുമ്പോ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നോ ഇതും ഹിറ്റ് ആകുമെന്ന്? പ്രതീക്ഷ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടല്ലോ. പോരാത്തതിന് ഭാവന സ്റ്റുഡിയോസ് ആണ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും ഹിറ്റ് സിനിമകൾ എടുത്ത ഒരു ടീമിന്റെ കൂടെ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പിന്നെ ഗിരീഷ് ചേട്ടന്റെ പിന്നെ തണ്ണീർമത്തൻ, ശരണയൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഇത്രയും ഇറ്റാവുന്ന ഒരിക്കലും നമ്മൾ എല്ലാവരും ഇപ്പൊ ആ ഒരു എന്തോ ഒരു സ്റ്റേജിലാണല്ലോ. ഞാൻ വൈഫിനോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് തന്നെയാണ്. പടം ഓടിയാലും ഇല്ലെങ്കിലും ഭാവന സ്റ്റുഡിയോസ് ചെയ്ത് പ്രൊഡക്ഷൻ ചെയ്യുന്ന പടമാണ്, ഗിരീഷ് ഷെട്ടിയുടെ ഡയറക്ഷൻ ആണ്. ഈ ഒരു പ്രൊഫൈൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പോയി പറയാം, ഞാൻ ഇവരുടെ പടത്തിൽ ഞാൻ അഭിനയിച്ചിരുന്നു, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു സ്വപ്നം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഓവർ അംബിഷ്യസ് ആയിട്ടില്ല. നമുക്ക് അറിയാം പടം മേ ബി ഭയങ്കര ഒരു ഇതാവും, പക്ഷെ ഇത്രയും അതെങ്ങനെ അത് പ്രോസസ് ചെയ്യണം എന്നുള്ളൊരു. അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ശ്യാം വൈഫിനെ കുറിച്ച് പറഞ്ഞു, സംഗീതനെ കണ്ട നിങ്ങൾക്ക് ചെറിയ കുട്ടിയായിട്ടല്ലേ തോന്നണ, കല്യാണം കഴിഞ്ഞു, പ്രണയവിവാഹമായിരുന്നു, എങ്ങനെ അടിച്ചിട്ടത്? ഞാനൊരു 3 വർഷം ആയിട്ടുള്ള ഒരു പ്രണയമായിരുന്നു. എന്റെ കൂട്ടുകാരന്റെ അനിയത്തിയാണ്. സൂപ്പർ. അപ്പൊ പ്രേമലു, ശരിക്കുള്ള പ്രേമലു ഇതാണ്. അപ്പൊ ആൻസി എന്നാണ് പേര്, കൂട്ടുകാരൻ ഒരു അമൽ എന്നാണ്, അവന്റെ അനിയത്തിയായിരുന്നു. അപ്പൊ അമൽ എന്നാണ് ഇതിലെ ക്യാരക്ടർ. അമൽ ഡേവിസ്, അതും കൊള്ളാം. അതെ അതെ. അപ്പൊ അങ്ങനെ ഇപ്പോ ഹാപ്പി. കഴിഞ്ഞ നവംബറിലായിരുന്നു കല്യാണം. ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകും. ഈ ജസ്റ്റ് കിട്ടിങ് എന്ന് പറയുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ പാളിപ്പോവാനുള്ളൊക്കെ സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നിരിക്കും. ഇങ്ങനെ ആത്മവിശ്വാസം നമുക്ക് ഇല്ലെങ്കിൽ അത് അല്ലേ ഭയങ്കര അഭിനയത്തിൽ ഭയങ്കര റിഫ്ലക്ട് ചെയ്യും. അതുപോലെ അത് ചെറിയൊരു സാധനമാണ്, പല സ്ഥലത്ത് പ്രയോഗിക്കപ്പെടുമ്പോൾ എവിടെയെങ്കിലും ആശങ്ക ഉണ്ടായിരുന്നോ ഇത് പാളിപ്പോവാനുള്ള സാധ്യത? എനിക്ക് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ സാധനം ഭയങ്കര രസമായിട്ട് തോന്നി. ജസ്റ്റ് കിട്ടിങ് എന്നുള്ള ഒരു സാധനം, ഒക്കെ ഇയാളുടെ ഒരു എന്താ പറയുക, സവാരി ഗിരിഗിരി എന്നൊക്കെ പറയുന്ന പഞ്ചഡയലോ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഈ ഡബിങ്ങിലൊക്കെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു ഇത് ഇത്രയ്ക്ക് അങ്ങോട്ട് ഈ സാധനം വർക്കാണോ, ആൾക്കാർ ഇത് ഓക്കെ ഇയാൾ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ അതിനെ ഭയങ്കരമായിട്ട് എംഫസിസ് ചെയ്തിട്ട് പറയുന്നില്ല. പക്ഷെ അത് റിസൾട്ട് അതാണ്, അതിനെ ബേസ് ചെയ്തിട്ട് ഇവര് വേറൊരു സംഭവം ഇംപ്രവൈസ് ചെയ്തു. ഇപ്പൊ ലാസ്റ്റില് ആദ്യം റോസ്റ്റിന്റെ പറയുന്നുള്ളൂ, അതിന്റെ മറ്റേ ഇത് കാണിക്കുന്നത് പറയുന്നുണ്ട്. അപ്പൊ അത് ഈ ഒരു സാധനത്തിനെ ബേസ് ചെയ്താണ്. അപ്പം എന്റെ ഈ ജസ്റ്റ് കിട്ടിങ് വർക്ക് ആയില്ലെങ്കിൽ അതും വർക്കാവില്ല. ആൾക്കാർ ഈ സാധനം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇവർ എന്തിനെ പറ്റിയാണ് പറയുന്നതെന്ന് ആലോചിക്കുള്ളൂ. പക്ഷെ അത് വന്നപ്പോഴാണ്. മാത്രല്ല ഞങ്ങള് ഇപ്പൊ ഇന്റർവെല്ലിന് ചെല്ലുമ്പോ തന്നെ, അപ്പൊ ശരിക്കും ആദ്യം ഇങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വരുന്നതേ ഉള്ളൂ. ഇന്റർവെല്ലിൽ ചെല്ലുമ്പോ തന്നെ അവര് പിന്നെ ജയക്ക ചേട്ടാ അല്ലെ ജസ്റ്റ് കിട്ടിങ് എന്ന് പറയുന്നുണ്ട് തിയേറ്ററുകളിൽ വിസിറ്റിനൊക്കെ ചെല്ലുമ്പോ. അപ്പൊ അത് ഈ സാധനം എന്നെ ജയിക്ക ചേട്ടാന്നാണ് ആൾക്കാരുടെ മെസ്സേജ് വരുന്നത്. ഇങ്ങനെയാണ്, നിങ്ങളുടെ അഭിനയം വളരെ മോശമാണ്, താഴെ ഇങ്ങനെയാണ് മോസ്റ്റ്ലി മെസ്സേജസ് ഒക്കെ വരുന്നത്. എങ്ങനെയാണ് അതിലൊരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള രീതിയിൽ എന്തായാലും തലക്കകത്ത് ആലോചിക്കുമല്ലോ, അതുകൊണ്ട് ആ പെർസ്പെക്റ്റീവിൽ കൂടെ നോക്കുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാണ് എന്റെ ചോദ്യം. ഇല്ല, ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ജനറലി ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടു. പിന്നെ പേടി ഉണ്ടായിരുന്നു, പാരലൽസ് വരും എന്നുള്ളൊരു പേടി. രവി പത്മനാഭൻ എന്നുള്ള തണ്ണീർമത്തനിലെ വിനീതേട്ടൻ ചെയ്തത്, അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ ശരണയിലെ അജിത് മേനോനാണെങ്കിലും അതിന്റെയൊക്കെ ഒരു ട്രേറ്റ്സ് ഉള്ളൊരു ക്യാരക്ടറാണ്. ഗിരീഷ് ബ്രോയുടെ ഒരു എനിക്ക് തോന്നുന്നൊരു ഭയങ്കര ഒരു സംഭവമാണോ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിന്റെ ഒരു പരിപാടി. അപ്പം അവരൊക്കെ കുറെ കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബെറ്റർ ആക്ടേഴ്സ് ആണ്. അപ്പം ഞാൻ ചെയ്താൽ അത് വർക്കായില്ലെങ്കിൽ ഉറപ്പായിട്ടും കോക്കുൾപ്പെടെ എന്നെ വലിച്ച് കീറിയേനെ. പക്ഷെ എന്തോ ഭാഗ്യം കണ്ടത് ഈ അതിനകത്തുള്ള സ്പൂഫ് ചിലപ്പോഴൊക്കെ പൊട്ടിപ്പോവും, ചിലപ്പോഴൊക്കെ നന്നാവും. അപ്പോൾ ഞാൻ ഈ ഹാഫ് എത്തുന്ന സമയത്ത് ഗിരീഷിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പകുതി പിടിച്ചിട്ടുണ്ട്, ഇനി പകുതിയും കൂടെ പിടിച്ചാൽ മതി. ഗിരീഷിന് ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഹാഫ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചൊരാശ്വാസം കിട്ടിയെന്ന്. എനിക്ക് ഹാഫ് കഴിഞ്ഞപ്പോൾ ലെവൽ മാറി, വേറൊരു ലെവലിലായി സാധനം. ഭയങ്കര രസമായിട്ട് വന്നു. ഞാൻ പ്രതീക്ഷിക്കാത്ത കുറെ സാധനങ്ങൾ വരുന്നുണ്ട്. കുണുവാവ
കുണുമാവേ അല്ല, നാഗസൈരന്ധ്രി നേരിട്ട് വരുമ്പോ ഉണ്ടല്ലോ പെട്ടു. ഞാൻ വിചാരിക്കുന്നില്ലല്ലോ ഇവര് നേരിട്ടു. കാരണം ഞങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പൊ ഈ സാധനം പെട്ടെന്ന് സ്ക്രീനിൽ വന്നിട്ട് ഫുൾ സ്ക്രീൻ കണ്ടുപോണ്ടല്ലോ ഞാൻ എന്താ ചെയ്യുന്നത്, പൊട്ടിച്ചിരിച്ചു കഴിഞ്ഞിട്ട് രണ്ട് സൈഡ് നോക്കുന്നു ആരൊക്കെ ചിരിക്കുന്നുണ്ടെന്നുള്ളത്. അത് ഞങ്ങൾക്കും സർപ്രൈസ് ആയിരുന്നു. അതെനിക്ക് ഡബ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ സീൻ ഡബ് ചെയ്ത് കഴിഞ്ഞു, എന്നിട്ട് പ്ലേ ചെയ്യല്ലോ. അപ്പൊ ഞാനിങ്ങനെ കണ്ടോണ്ടിരിക്കുക, പെട്ടെന്ന് ഈ സാധനം കഴിഞ്ഞപ്പോ ഞാൻ അയ്യോ ഇതെന്താ. അപ്പൊ ഗിരീഷ് ചേട്ടൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ഗിരീഷേട്ടനൊക്കെ എപ്പോഴും ഈ സാധനമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പറയുമായിരുന്നു. അപ്പൊ ഇതിവിടെ ഈ സ്ഥലത്ത് ഇങ്ങനെ ഓൾറെഡി ഇവൻ ഇങ്ങനെ സച്ചിൻ ഇത് ചെയ്യുന്ന സീനാണല്ലോ. അപ്പൊ ഇങ്ങനെ വെറുതെ ഇത് പറഞ്ഞോണ്ടിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഇതുണ്ടാവും കേട്ടോ, എടാ ഇത് ഇവിടെ വരും, ഇത് കഴിയുമ്പോഴേക്കും ഇവളുടെ ഇതിൽ വരും. അപ്പൊ അപ്പൊ ഇവർക്കറിയാം, ബാക്കിയുള്ളവർക്കായിരുന്നു സർപ്രൈസ്. എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ഹൃദയത്തിന്റെ സ്പൂഫ് കൊണ്ടുവന്നത് ചിലപ്പോഴൊക്കെ സ്പൂഫ് തെറ്റിപ്പോവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതേപോലെ ആ സ്പൂഫ് എത്രത്തോളം നന്നായി. ഇപ്പം തിയേറ്ററിൽ ഭയങ്കര രസമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സ്പൂഫ് പല സ്ഥലത്തുണ്ട്. ഒന്ന് മറ്റേ സീക്രട്ട് റൂം തുറക്കുന്നതിന്റെ പരിപാടി, പിന്നെ ആ മ്യൂസിക് ആദ്യം തന്നെ പ്രേമത്തിന്റെ മ്യൂസിക് ഇടുന്നു ആ ക്യാരക്ടറിന്റെ, ഹൃദയത്തിന്റെ പല സ്ഥലത്തും ഈ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യുമ്പോഴൊക്കെ പറയുന്ന ഡയലോഗ്സിൽ ആ സ്പൂഫ് കൊണ്ടുവരുന്നു. ആ സാധനം നിങ്ങൾ ശരിക്കും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അറിയുന്നുണ്ടായിരുന്നോ? പിന്നെ ഞങ്ങൾക്കായിരുന്നു ഈ ഹൃദയം സ്പൂഫിന്റെ പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കണ്ണിന്റെ സംഭവം ഉണ്ടല്ലോ, കണ്ണെങ്ങനെ പിടിക്കാം. അപ്പൊ അത് ആക്ച്വലി ആ സീനിന്റെ തൊട്ടു മുമ്പ് വേറൊരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു, സ്ക്രിപ്റ്റിലുള്ള ഒരു മെയിൻ സാധനം ഉണ്ടായിരുന്നു. ഇത് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നില്ല. ഗിരീഷ് ചേട്ടൻ പറയുന്നതാണ് ഇങ്ങനത്തെ ഒരു സാധനം അവിടെ വെച്ച് പറയുന്നത്. അപ്പൊ ഈ മെയിൻ സാധനമായിരുന്നു ഫൈനൽ. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര എൻജോയ്മെന്റ് ഈ സാധനം. സ്പൂഫ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം റിയൽ ലൈഫിലും ഇങ്ങനത്തെ കുറച്ച് സ്പൂഫ് പരിപാടി പടത്തിന് ബേസ് ചെയ്ത് അല്ലെങ്കിലും എല്ലാത്തിലും ഇപ്പൊ ആദ്യം ഉൾപ്പെടെ ഉള്ള ടൈപ്പ് ക്യാരക്ടേഴ്സിൽ നമുക്ക് സ്പൂഫ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് അവിടെ, ടോട്ടലി ഉണ്ട്. അപ്പൊ ഇത് ഭയങ്കര എൻജോയ്മെന്റ് ചെയ്യാൻ. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ആ മെയിൻ അപ്പൊ ഡബിൽ വരുമ്പോ ഗിരീഷോടെ പറയട്ടെ ചിലപ്പോ ഈ സാധനം പോവായിരിക്കും, ഈ കണ്ണ് പരിപാടി അത് പോവായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ കാണുമ്പോ സൗണ്ട് എഞ്ചിനീയർ ഉൾപ്പെടെ മറ്റേത് നോർമലി ഇങ്ങനെ കണ്ട് ഇത് കാണുമ്പോ പൊട്ടിച്ചിരിക്കണേ, അവസാനം മറ്റേതില്ലിപ്പോ ഇതാണ് ഉൾപ്പെടുത്തിയത്. അത് അടിപൊളിയായിരുന്നു. ഈ പൊന്മുട്ട ആ സമയത്തൊക്കെ വേറൊരു തരത്തിൽ വന്നിട്ട് ഹെവനിൽ വരുമ്പോൾ വേറൊരു ക്യാരക്ടർ പിടിക്കുകയും ഇപ്പൊ വീണ്ടും കോമിക് ആയിട്ട് ചെയ്യാൻ പറ്റിയപ്പോ തോന്നുന്ന ഒരു റിലാക്സേഷൻ ആണോ, എന്താണ് ഒരു രസമല്ലേ? ഞാൻ നൈറ്റ് കോൾ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തു. നൈറ്റ് കോൾ ചെയ്തതിന് ശേഷമാണ് ശരിക്കും ആൾക്കാർ ആക്ടർ എന്നുള്ള രീതിയിലുള്ള ഒരു അപ്രിസിയേഷൻ എനിക്ക് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കിട്ടും. പൊന്മുട്ട ചെയ്യുമ്പോൾ നമ്മൾ ഓക്കെ നമ്മൾ കോമഡി ചെയ്യുന്ന ചേട്ടൻ, ആ ചേട്ടാ പൊന്മുട്ടയിലെ ചേട്ടൻ, ഇങ്ങനെ ഒരു പരിപാടിയായിരുന്നു. ഇപ്പൊ നമ്മൾ വരാൻ നേരത്തെ ഒരു പയ്യൻ വന്നിട്ട് പൊന്മുട്ടയിലെ ചേട്ടൻ ഇപ്പോഴും അത് പൊന്മുട്ട കിടക്കുന്നുണ്ട് അവിടെ. അപ്പൊ ഈ നൈറ്റ് കോൾ ചെയ്തതിന് ശേഷമാണ് ആൾക്കാർ സീരിയസ് നടന്നുള്ള രീതിയിൽ കാണാം. അപ്പൊ അതിനുശേഷം എനിക്ക് വരുന്നൊക്കെ സീരിയസ് പരിപാടികളാണ്. ഷോർട്ട് ഫിലിം ആണെങ്കിലും പറഞ്ഞാൽ 18+ അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു. ഇപ്പോ തമിഴിലൊരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലും ഒരു സീരിയസ് ക്യാരക്ടറാണ്. അപ്പൊ എനിക്കിഷ്ടം ചെയ്യാൻ കോമഡിയാണ്. ഇപ്പൊ പൊന്മുട്ടയിലായിരുന്ന സമയത്ത് ജിജോ ജേക്കബ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ പറഞ്ഞാൽ ഇവരുടെ സംഗീതത്തിന്റെ നസീറിന്റെ ഇത് പറഞ്ഞാൽ ഞങ്ങളുടെ പേര് ഭയങ്കര വർക്കായിരുന്നു. അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്താൽ അതിന്റെ 10 ഇരട്ടി അവൻ ചെയ്യും. ഭയങ്കര രസമാണ് ചെയ്യാൻ. അപ്പൊ എനിക്ക് എപ്പോഴും കോമഡി ചെയ്യണം എന്നുള്ള സാധനം, കോമഡിയിൽ ഒരു നല്ല ക്യാരക്ടർ ചെയ്യണം, സിനിമയിൽ ചെയ്തത് വർക്കാവുന്ന രീതിയിൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ഒരു മാക്സിമം പരിപാടിയാണ് എനിക്ക് ശരിക്കും പറഞ്ഞ ഇതിൽ കിട്ടിയേക്കുന്നത്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു അതൊരു ഭാഗ്യമാണ്. നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു സാധനം അതേപോലെ തന്നെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അതേപോലെ തന്നെ ഈ ശ്യാമിന്റെ കാര്യത്തിൽ ശ്യാം ഈ ചവർ സോങ് ഇല്ലേ, അതിലൊരു സാധനവും കൂടെ ഇവിടെ പെർഫോം ചെയ്തിട്ടേ പോകാൻ പറ്റും. അത് ഏതാണെന്ന് വെച്ചാൽ മനസ്സിലാലോചിച്ചോളൂ. അടുത്ത ചോദ്യത്തിന് മുമ്പ് അതുണ്ടാവണം. അഖില ശരിക്കും മുമ്പോട്ട് പോകുമ്പോൾ ക്യാരക്ടേഴ്സൊക്കെ ഇവരിപ്പം തകർത്തൊക്കെ ചെയ്തല്ലോ, അപ്പം കൂടെ പിടിക്കുന്നുണ്ട്. കാർത്തിക എന്ന് പറയുന്ന പേരും എല്ലാവരും ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈ മെയിൻ ഈ മമിത കയറി വന്ന ഇപ്പോൾ മമിതയുടെ ആദ്യത്തെ ത്രൂ ഔട്ട് സാധനമാണ്. ഒരുപക്ഷെ ഗിരീഷ് ഏടിയുടെ പടത്തിൽ തന്നെ വന്നു. ഞാൻ ചോദിക്കുന്നത്, നാളെ ഗിരീഷ് ഏടിയുടെ പടത്തിൽ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ കിട്ടാനുള്ള ഒരു സാധ്യതയെ കുറിച്ച് ഒന്ന് ആലോചിച്ചാൽ. എല്ലാം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്നൊക്കെ എടുത്ത് അപ്പുറത്ത് വെക്കുക, സ്പൂഫ് എടുത്ത് ഹിറ്റാക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടി ഉള്ളതുകൊണ്ട് നിങ്ങളെ വെച്ചിട്ട് നാളെ ഹിറ്റായി കൂടാന്നില്ല. ആ മനുഷ്യന്റെ മനസ്സിൽ ഇപ്പോഴേ കാണും ചിലപ്പോൾ. അതിനു വേണ്ടിയിട്ടുള്ള സ്പൂഫാണ്. ഈ രവീന്ദ്രൻ മാഷി ചില പടങ്ങളുടെ ബീജി ഇട്ടിട്ട് ആ ബീജി വെച്ചിട്ട് അടുത്ത പടത്തിൽ പിച്ച് ചെയ്യാൻ ശ്രമിക്കും. അത് ഭയങ്കര രസമുള്ള. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ സ്പൂഫായിരിക്കും അടുത്ത പടത്തിലെ ഒരു റെഫറൻസ് വെച്ചതാണ് ഇപ്പോ. അങ്ങനെ ആലോചിക്കാം. പാട്ടിലേക്ക് വരാം.
ഈ ചവർ സോങ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഇതായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഞാൻ അത് ശ്രീരാഗമോ എന്നുള്ള എനിക്ക് 90s 80s സോങ് അങ്ങനെ കേൾക്കാനാണ്. ശ്രീരാഗമോ നിങ്ങൾ പാടിയപ്പോ ഹരീഷിനെ ട്രോൾ ചെയ്യാണെന്നല്ല ഹരീഷേട്ടൻ ഞാൻ കണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. ഹരീഷേട്ടൻ ഷെയർ ചെയ്തു. കൂംഫിൽ എന്ന് പാടുന്ന ഒരുത്തുണ്ടല്ലോ, അവൻ ഏതാ ചോദിച്ചിട്ട് ചെങ്കലിൽ കൂംഫിൽ. പിന്നെ കണ്ടപ്പോ എന്നോട് സംസാരിച്ച പറഞ്ഞ എടാ ഇപ്പൊ ശ്രീരാഗമേ പാടാൻ കയറുമ്പോ എനിക്ക് ആദ്യം നിന്റെ മുഖം മര്യാദക്ക് പാടാൻ. അത് ഈ പറഞ്ഞല്ലോ യൂട്യൂബിൽ നമ്മൾ ഇപ്പൊ പഴയ പാട്ടുകൾ സെർച്ച് ചെയ്താലും വരുന്നത് കവർ വേർഷൻസ് ആണ്. അപ്പൊ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരുന്നു. നമ്മളിപ്പോ എന്താ പറയാ കണ്ടു ഞാൻ മെഴുകിലും സെർച്ച് ചെയ്താൽ വരുന്നത് ആരെങ്കിലും പാടിയ ഒരു കവർ വേർഷൻ കടൽ തീരത്ത് നടക്കുന്നതാണ്. അങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഇത് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് അങ്ങനെ ഒരു അതിന്റെ ഒരു ട്രോൾ വേർഷൻ ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ മറ്റേ മിസ്ഹേർഡ് ലിറിക്സ് അല്ലെങ്കിൽ ഇങ്ങനെ പാട്ട് മാറി പാടുന്നത് അത് വേറൊരു സെഗ്മെന്റ്. അപ്പൊ അതിലൊരെണ്ണം പാടാം. ഒന്നാക്കണമെന്നില്ല, നിങ്ങൾ നല്ലൊരു പെർഫോമറാണ്, ഈ അസാധ്യ പാട്ടുകാരനും കൂടിയാണ്. നിങ്ങൾക്ക് പാട്ട് പാടാൻ അവസരം തരാത്ത മോശമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സിനിമയിൽ പാട്ട് പാടാൻ അവസരം വരും. വിഷ്ണു വിജയ് കേൾക്കുന്നുണ്ടല്ലോ. അല്ല അതിൽ അങ്ങനെ ഒരു വിഷ്ണുവിനോട് ഞാൻ ഇന്നലെ ഇതുപോലെ നമ്മുടെ സ്കോർ നന്നായി എന്നൊക്കെ പറഞ്ഞു നിന്റെ മറ്റു പരിപാടികളും നല്ലതാണ് കാണാറുണ്ടായിരുന്നു. നമുക്ക് മനസ്സിലാവും കുറെ കൂടെ മ്യൂസീഷ്യൻസ് ആയതുകൊണ്ട്. मैंने पायल है छनकाई अब तो आजा तू हर जाई मेरी മെഴുതിരിപ്പൂ തരാം ഞാൻ യോ സജനി ഒലിവിലപ്പന്തലിടാൻ ഓ സജനി ഒലിവിലപ്പന്തലിടാൻ. അടിപൊളിയാ. ഇത് കുറെ സാധനങ്ങൾ കേൾക്കുമ്പോ ഉണ്ടല്ലോ, നിങ്ങളിത് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത്. കോളേജിൽ പോയിട്ട് ഞാൻ ഈ പാട്ട് പാടി, കുട്ടി റിക്വസ്റ്റ് ചെയ്തതാണ്. കുട്ടി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരി ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് ചാമേട്ട് ഇങ്ങനെ ഒരു പരിപാടി പാടാമോ, ഞാൻ പാടി. പിള്ളേർ വീണ്ടും അതിന്റെ ഒരു ചരണം കൂടെ പാടിയപ്പോ അവർക്ക് മനസ്സിലായോ ഇത് ആ പാട്ടല്ലേ എന്നുള്ള സാധനം കണക്ട് ആയി. പക്ഷെ അത് കുറച്ച് കൂടുതൽ ആഴത്തിൽ മ്യൂസിക്കിനെ കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെയുള്ള ഇത് വരുന്നത്. അതെ അപ്പൊ ഞാൻ ചേട്ടാ ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് മ്യൂസിക് ഫോളോ ചെയ്യുന്ന ഒരു ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞ സ്മ്യൂളിനകത്തു നിന്നാണ് ഞാൻ എന്റെ ഭാര്യയെ കണ്ടെത്തിയത്. ഞങ്ങള് അതിനകത്ത് പാടി കൊളാപ്സ് ഒക്കെ ചെയ്ത് ആണ് ഒരുമിച്ച് ബാൻഡും പരിപാടികളൊക്കെ ചെയ്ത് ഹാഷ്ടാഗ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. ആ ഒരു ബാൻഡൊക്കെ ഞങ്ങൾ ഫോം ചെയ്തു. ഭയങ്കര പ്രൊഫഷണൽസ് അല്ലാണ്ട് അതിൽ നല്ല പാടുന്ന ആൾക്കാരുണ്ട്, പിന്നെ ബാക്കി നമ്മൾ അമച്ചേഴ്സ് ആയിരുന്നു. ചെറിയൊരു ഇതൊക്കെ വെച്ച് ഓർക്കസ്ട്ര ഒക്കെ വെച്ചിട്ട് ചെന്നൈയിലൊക്കെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ മ്യൂസിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. പിന്നെ കോളേജിൽ പഠിക്കുമ്പോഴാണെങ്കിലും എന്റെ മിഥുൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങള് ഫുൾ ടൈം ബാക്ക് ബെഞ്ച് ഇരുന്നിട്ട് ഞാൻ പാടും, അവൻ കീബോർഡ് പ്ലെയർ ആണ്. അപ്പം ഈ പരിപാടികൾ അവൻ ചെയ്യും, മ്യൂസിക് അവൻ ആകൊണ്ടിടും. അപ്പോഴും ഈ കണക്ഷൻ പരിപാടികൾ ഞങ്ങളുടെ മെയിൻ ആയിരുന്നു. ഇങ്ങനെ ഒരു പാട്ട് പാടും, മറ്റേ പാട്ട് അവൻ പാടും. അപ്പൊ അതുകൊണ്ടായിരിക്കാം മേ ബി മ്യൂസിക്കിന്റെ കണക്ഷൻ കിടക്കുന്നത്. അത് കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് ഈ മ്യൂസിക് ഡയറക്ടേഴ്സിനെയാണോ ഇതിന്റെ ട്രോളുന്നതെന്ന് സംശയം തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ കാരണം അത് സിമിലാരിറ്റി ആണല്ലോ നമ്മൾ ശ്രദ്ധിക്കാൻ കാരണം എന്ന് പറയുന്നത്. അതെ അതെ അതെ. ചവർ സോങ് വൈറലായപ്പോ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അയ്യോ ഇവരെയൊക്കെ നമ്മൾ വെറുപ്പിക്കും. പക്ഷെ എല്ലാവരും അത് ഭയങ്കര പോസിറ്റീവായിട്ട് എടുത്തു. എല്ലാവരും ഗോവിന്ദ് മസന്ത, ജാസി ഗിഫ്റ്റ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് അവരുടെ എനിക്ക് ഒരു പാട്ടും ബ്ലെൻഡ് ചെയ്യുന്ന ഒരു സാധനം. അതെങ്കിലും അതും കൂടെ ഒന്ന് പാടും. മഞ്ഞും മഞ്ചാടിപ്പൂ പൂക്കും ചീമീഴും പുള്ളിപ്പൂവാലിപ്പൈക്കൾ തൻ കൂറുമ്പും തുള്ളും കുഞ്ഞാടിൻ കൂട്ടവും പൂമീനും പൊന്മാനും കൊട്ടേക്കാലമോർത്തോ ഞാൻ കളയോളം തൊട്ടോ തൊഴഞ്ഞൊരു കൊട്ടേക്കാലമോർത്തോ ഞാൻ. സത്യത്തിൽ വോയിസ് മാറ്റിയില്ലെങ്കിലേ അതെ അത് കോളേജിൽ ഇതാ പാടി. അപ്പൊ കുട്ടിക്കാലം ഓർത്ത് ഞാൻ പാടിയിട്ട് ഞാൻ ആ വീഡിയോ കണ്ടാറ്. ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഒരു റിയാക്ഷനും ഇല്ല. പിള്ളേര് പിന്നെ കുന്നോളം മാമ്പഴം പാടി എന്നിട്ട് മാണിക്കക്കല്ലാൽ തുടങ്ങി. കൈയടിച്ചത് ഇപ്പോഴും എനിക്കൊന്ന് പിള്ളേർ വിചാരിച്ച മാഷപ്പാണെന്നാ വിചാരിച്ചത്. അങ്ങനെ ആയിരിക്കും വിചാരിച്ചിരിക്കുന്നത്. ഈ എന്തായാലും സ്ക്രിപ്റ്റിംഗ് ഇനി ഉണ്ടാവും ശ്യാമിന്റെ ഭാഗത്ത് നിന്ന്. ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? ഞാനിപ്പോ ഒരു ചെറിയൊരു പരിപാടി ഇങ്ങനെ ഒരു ആന്തോളജിയുടെ ഒരു സംഭവം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സമയമില്ലായ്മ ആക്ടിങ്ങിലോട്ട് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഭയങ്കര റൈറ്റർ ആണെന്നല്ല പറയുന്നത്. പക്ഷെ മറ്റേ നമ്മള് പൊന്മുട്ട സമയത്ത് നമുക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ടായിരുന്നു. ഇപ്പൊ സ്ക്രിപ്റ്റ് എഴുതും. പിന്നെ പൊന്മുട്ട കഴിഞ്ഞ ശേഷമാണ് കരിക്കിനകത്ത് ബെറ്റർ ഹാഫ് എന്നുള്ള സീരീസ് കരിക്ക് ഫ്ലിക്കിനകത്ത് എഴുതിയത്. അപ്പൊ അതിനുശേഷം കാര്യമായിട്ട് ഞാൻ അങ്ങനെ വലിയ പരിപാടികൾ എഴുതിയിട്ടില്ല. കുഞ്ഞു കുഞ്ഞു സ്കെച്ച് വീഡിയോസ് എഴുതിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇനി പറഞ്ഞാൽ സമയം കണ്ടെത്തുക എന്നുള്ളത് ഒരു അല്ല അതേപോലത്തെ സാധനമായിരിക്കും. അതെ കുറച്ചുകൂടെ ഇതിപ്പോ ഞാൻ എഴുതുന്ന എന്റെ ഓൺ കഥയല്ല, വേറൊരാളുടെ സ്റ്റോറി ലൈൻ ഞാനത് സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതുന്നത്. എനിക്ക് എന്റേതായിട്ടുള്ള കുറച്ച് കഥകളൊക്കെ ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഈ പറഞ്ഞ സമയമുള്ളപ്പോൾ ഞാൻ ഒന്ന് രണ്ടുപേരുടെ പറഞ്ഞപ്പോ അവരത് സിനിമയിലൊക്കെ തന്നെ ഉള്ള കുറച്ച് ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോ അവരത് കൊള്ളാം പരിപാടി എന്നൊക്കെ പറഞ്ഞായിരുന്നു.
അപ്പൊ അത് നോക്കണം സമയം കിട്ടുന്നതനുസരിച്ച്. പടം ഇനി ഏതാ ഇറങ്ങാനുള്ളത് മെയിനായിട്ടും ഞാൻ പറഞ്ഞ തമിഴില് ശിവകാർത്തികേയൻ സാറിന്റെ കൂടെ ഒരു പടം ചെയ്തായിരുന്നു, കമൽഹാസൻ സാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം. അപ്പോൾ അത് പടം ഷൂട്ട് നടക്കുന്നേ ഉള്ളൂ. അത് 1 വർഷത്തോളമായി അതിന്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പൊ എന്റെ പോർഷനൊക്കെ കഴിഞ്ഞു, അത് ഇനിയും ഷൂട്ട് ബാക്കിയുണ്ട്. മേ ബി ഈ വർഷം ഇറങ്ങും തോന്നുന്നു പടം. പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ കിഡിലോസ്കി വില്ലനായിരിക്കും. അല്ല അതിലൊരു സായി പല്ലവിയുടെ ബ്രദറായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷെ നല്ല കുറച്ച് ഇമോഷണൽ പരിപാടികളും നല്ല രസമുള്ള ഒരു ക്യാരക്ടറാണ്. സത്യത്തിൽ നിങ്ങളുടെ ഒരു വില്ലനുണ്ട്. ഞാൻ ഈ സിനിമ പ്രേമലു കാണുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്തത് IT ഫീൽഡിൽ തന്നെയുള്ള ഒരു ടീം ലീഡർ ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ടാണ്. മാനറിസംസ് ഒക്കെ അതേപോലെ തന്നെ. ഞങ്ങളെടുത്ത് ഭയങ്കര കോനടിച്ച് തമാശയൊക്കെ പറയുന്ന ഇയാള് അതിനകത്ത് കയറി കഴിഞ്ഞാൽ പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് വരട്ടും. മുട്ടയും കൂടെയാ. നമ്മൾ ടിപ്പിക്കൽ IT ഫീൽഡിലുള്ള ഈ ടീം ലീഡേഴ്സിനെ സിനിമയിലൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നില്ലേ, അതേ സാധനമാണ്. ഞാൻ ചില മാനറിസംസ് കണ്ടപ്പോൾ വിചാരിച്ചു ഇത് അവനെ പോലെ തന്നെയാണല്ലോ. ഈ IT ആൾക്കാരുടെയൊക്കെ ഇത് അത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാ ഈ ക്യാരക്ടറിനെ പിക്ചറൈസ് ചെയ്തത്? ഒബ്സർവ് ഞാൻ കുറച്ച് വർഷം കോർപ്പറേറ്റ് ഫീൽഡിൽ 5 വർഷം ബോംബെയിൽ വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷമാണ് റിസൈൻ ചെയ്തിട്ടാണ് കൊച്ചി വന്നതും ഈ പറഞ്ഞ പരിപാടികളിലോട്ടൊക്കെ. അപ്പൊ ജീവിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിലും ഞങ്ങൾ സിറ്റി ബാങ്കില് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് മറ്റേ സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങിന്റെ ടീമായിരുന്നു. അപ്പൊ അതില് മോസ്റ്റ്ലി നൈറ്റ് ഷിഫ്റ്റ് കാര്യങ്ങൾ, ഷിഫ്റ്റ് ഇങ്ങനെ 3 ഷിഫ്റ്റ് മാറി മാറി വരും. മോർണിംഗ്, ആഫ്റ്റർനൂൺ, നൈറ്റ് ആണ്. നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ പറയുമ്പോൾ ആരും ഉണ്ടാവില്ല. ഞങ്ങളുടെ ടീം മാത്രമേ ഫുൾ എൻ്റയർ ബിൽഡിംഗിൽ ഞങ്ങളുടെ ടീം മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ഏതെങ്കിലും ബിൽഡിംഗിൽ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ഇരുന്നിട്ട് അപ്പൊ ഇരുന്ന് ചെയ്യുന്നത് അവിടുത്തെ നമ്മുടെ സീനിയേഴ്സിനെ അനുകരിക്കുക, അവരെങ്ങനെ സംസാരിക്കുന്നു, സിഇഒയുടെ ഒക്കെ ഒന്ന് നമുക്ക് സ്പീച്ച് ഒക്കെ തന്നിട്ട് പോകും. അപ്പൊ ആ പുള്ളി എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഇതൊക്കെ തന്നെയാണ് ഞാനവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും എന്റെ ആ സമയത്ത് എന്റെ ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നവരൊക്കെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോഴവര് പറയും ഈ പാട്ടുപാടലുണ്ടായിരുന്നു, പറയും നിനക്ക് ഇതല്ല കേട്ടോ, നിന്റെ പരിപാടി ഇതല്ല, നീ എനിക്കൊന്നും മറ്റേ സിനിമയോ യൂട്യൂബോ അങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്കൊന്നും ബോഡി ലാംഗ്വേജ് പരിപാടികൾ മേ ബി കുറെയൊക്കെ അവിടെ നിന്ന് കിട്ടിയതായിരിക്കാം. നീ പറഞ്ഞ കുറെ റെഫറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് സിനിമകളും, പബ്ലിക് സ്പീച്ചസ്, കുറച്ച് അങ്ങനെയുള്ള പ്രോളിഫിക് ആയിട്ടുള്ള ആൾക്കാരോട് പബ്ലിക് സ്പീച്ചസ് ഒക്കെ ഞാൻ കുറച്ചൊക്കെ അവർ കൈ യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ കുറെ സാധനങ്ങൾ, ഇങ്ങനെ കൈ ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പൊളിയായിരുന്നു കേട്ടോ, നന്നായിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ചില സ്പൂഫ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ചില വാക്കുകൾ, ഇപ്പോൾ സ്റ്റോക്കിംഗ് എന്ന് പറയുന്ന സാധനത്തിന് പലരും ചിലപ്പോൾ ചിരിച്ചിട്ടുണ്ടാവില്ല, കാരണം അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇപ്പം നാഗസേരന്ദ്രയെ പലർക്കും അറിയില്ല, അതുകൊണ്ടാണ് കുറേ പേര് ചിരിക്കാത്തത്. അപ്പോൾ അവിടെയൊക്കെ ഈ ഡിസ്കഷൻ ഏരിയയിൽ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നോ? ഇത് ചിരിക്കൂല എന്ന് ഗിരീഷിന്? ഇല്ല പ്രോപ്പറായിട്ട് വർക്കാവും എന്നുള്ള രീതിയിൽ തന്നെ. പിന്നെ ഇത് എനിക്ക് തോന്നുന്നത് നമ്മളുടെ ടാർഗറ്റഡ് ഓഡിയൻസും ഇപ്പോഴാണ് സിനിമ ഇത്രയും വലുപ്പത്തിൽ. പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ് കണ്ടത്. ഞാനിപ്പോൾ ഇന്നലേക്കാണെങ്കിലും ഞായറക്കൽ ഒരു തിയേറ്ററിൽ കയറിയപ്പോഴാണെങ്കിലും എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരുണ്ട്. പക്ഷെ തിയേറ്ററിൽ ഒരു വലിയ പൊട്ടിച്ചിരിയ ഈ സ്റ്റോക്കിങ്ങിനാണെങ്കിലും ഞങ്ങളുടെ ഈ അപ്ഡേറ്റഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ കാലത്തിൻ്റെതായിട്ടുള്ള ഭാഷകൾക്കും എല്ലാരും ചിരിക്കുന്നുണ്ട്. ഇപ്പൊ വണ്ടി ബാക്കിലേക്ക് എടുക്കും തൈര്, ആ സാധനത്തിനൊക്കെ അതൊക്കെ എല്ലാവർക്കും ചിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മനസ്സിലാവുന്നുണ്ട് തോന്നുന്നു, ഏതൊക്കെയോ രീതിയിൽ കണക്ട് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അടിപൊളി. അടുത്ത പടവും ഗിരീഷേടി ഇങ്ങനെ തന്നെ ഞങ്ങളെ പൊട്ടിച്ചിരിപ്പിക്കട്ടെ. നിങ്ങളൊക്കെ വേറൊരു തരത്തിൽ ഈ സ്പൂ പോലെ അഖില അതിലെ നായികയായി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വരട്ടെ. അപ്പോൾ ഈ സ്പൂഫൊക്കെ അടുത്ത പടമായിട്ട് മാറട്ടെ. നന്ദിയുണ്ട് സംസാരിക്കുന്നത്. താങ്ക് യു സോ മച്ച്.